PM-യുടെ പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസിന്റെ ഒരു ഇമെയിൽ ഇടി തന്നു. എന്നിട്ട് പറഞ്ഞു ശ്രീ ആരൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഒരു മെയിൽ അയക്കുക, നമുക്കൊന്ന് ലക്ക് നോക്കാന്ന് പറഞ്ഞു. ഞാനൊരു മെയിൽ അയച്ചു. പക്ഷെ ഇതുപോലെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പം അദ്ദേഹം ഒരു ഡെഡിക്കേറ്റഡ് ടൈം ഒരു 4 മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുക അടുത്ത ദിവസം, അതായത് ഫ്ലാഗ് ഹോസ്റ്റിംഗിന്റെ ദിവസം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാട്ടോ. അപ്പം ഒരു രാത്രി 11 മണിയപ്പോൾ എനിക്കൊരു കോൾ വന്നു PM-യുടെ ഓഫീസിൽ നിന്ന്. ശ്രീജേഷ് അല്ലേ? അതെ. ഇതുപോലത്തെ ഒരു മെയിൽ വന്നിട്ടുണ്ടോ, നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഉണ്ട്. നാളെ ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല, നിങ്ങൾ മറ്റന്നാൾ നിൽക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല സാർ, മറ്റന്നാൾ ഞാൻ നാട്ടിൽ പോവുകയാണ്, അന്ന് അവിടെ എല്ലാ വെൽക്കം ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ശരി. ഫോൺ കട്ട് ചെയ്തു. ഓക്കെ ശരി എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും കിട്ടത്തില്ല, PM ഇതാണല്ലോ, ബിസിയാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും എനിക്ക് സായിന്നൊരു മെസ്സേജ് വന്നു. ഇല്ല ശ്രീ, PM പറഞ്ഞു കുഴപ്പമില്ല, ഫാമിലിനെ മീറ്റ് ചെയ്യാം. അപ്പം ഇന്ററാക്ഷൻ, അതായത് പ്ലേയേഴ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഫോട്ടോയ്ക്കും ഇന്ററാക്ഷന് വേണ്ടി ഒരു സമയം തരാം. അത് PM ആയിട്ട് സമ്മതിച്ചതാണ്, കുഴപ്പമില്ല, പെർമിഷൻ കിട്ടിയെന്ന് പറഞ്ഞു. സന്തോഷം. അങ്ങനെ ഞങ്ങൾ ചെല്ലുന്നു, PM-നെ കാണുന്നു, ഞങ്ങൾ പ്ലേയേഴ്സിന്റെ ഇന്ററാക്ഷൻ കഴിയുന്നു. ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു, ഇന്ററാക്ഷൻ കഴിയുന്നു. അദ്ദേഹം നമ്മളോട് സംസാരിച്ചു, നമുക്ക് അഡ്വൈസ് തന്നു. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഫാമിലിനെ മീറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നേരം നിന്ന PM അല്ല ആ ഡോറ് കഴിഞ്ഞ് എൻ്റെ ഫാമിലിയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന PM. എന്നെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്. മോനെ കൂടെ ഞാൻ വിചാരിച്ചു വരുന്നു, ഞങ്ങളുടെ എല്ലാ പ്രോട്ടോകോൾ അങ്ങനെയാണ്, ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കും, അദ്ദേഹം വരും, സെൻറ്ററിൽ നിൽക്കും, ഫോട്ടോ എടുക്കുന്നു, നമ്മൾ പോകുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇന്ററാക്ഷൻ. ഇത് അദ്ദേഹം വന്ന് ആദ്യം മോനെ പിടിച്ചാണ് വർത്താനം പറഞ്ഞു തുടങ്ങിയത്. അവനോട് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. ഇവനാണെങ്കിൽ ഹിന്ദി അറിയില്ലല്ലോ. അപ്പൊ ഞാൻ അവനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. കുറച്ച് കാര്യങ്ങൾ അവന് SO ഒക്കെ അടിച്ചു, അത് ലക്കിലങ്ങ് അടിച്ചു പോയി. അത് കഴിഞ്ഞ് മോളുടെ അടുത്ത് സംസാരിക്കുന്നു, അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിക്കുന്നു, ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് അവനെ പിടിച്ചു നിർത്തി ഫോട്ടോ എടുക്കുന്നു, അവനെ കെട്ടിപ്പിടിക്കുന്നു. അത് കഴിഞ്ഞ് നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് അവൻ്റെ കൈയും പിടിച്ചിട്ടാണ് പിന്നെ പ്ലേയേഴ്സിന്റെ ലൗഞ്ചിലേക്ക് പോയത്. ഞങ്ങൾക്ക് അവിടെ ഒരു ഏരിയ ഉണ്ട് ടീ കോഫിക്ക് വേണ്ടി. അവിടെ പോയി അവനെ കൊണ്ടുവന്ന് അവൻ്റെ വായിലൊരു ചോക്ലേറ്റ് വെച്ച് കൊടുത്തു, അവിടുത്തെ ഒരു കേക്ക്. ഞാൻ ആലോചിക്കുക, കാരണം എൻ്റെ അച്ഛൻ എങ്ങനെയാണോ എൻ്റെ മോനെ താലോലിക്കുന്നത്, അതുപോലെ തന്നെയാണ് അദ്ദേഹവും എൻ്റെ മോനുമായിട്ട് എന്താ പറയുന്നത് ഇന്ററാക്ട് ചെയ്ത്. അപ്പം ഇതൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയൊരു സംഭവം. അത് എനിക്ക് എൻ്റെ ജീവിതത്തിലും അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്കും ഏറ്റവും വിലപ്പെട്ട അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരിക്കും അത്. ഈ ദിവസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജനിച്ചതെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ചില ദിവസങ്ങളുണ്ട്. കാരണം കിഴക്കമ്പലം എന്നൊരു സ്ഥലത്ത് കൃഷിക്കാരനായ അച്ഛൻ, അല്ലെങ്കിൽ ഒരു വീട്ടമ്മയായ എൻ്റെ അമ്മ, അല്ലെങ്കിൽ രാജക്കാട് ജനിച്ച എൻ്റെ വൈഫ്, എൻ്റെ ചേട്ടൻ, എൻ്റെ 2 മക്കൾ, ഇവരാരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവോ PM വന്ന് അവരെ കൂടെ നിന്ന് സംസാരിക്കും, ഫോട്ടോ എടുക്കുമെന്ന്? ഒരിക്കലും ഇല്ല. അപ്പം പിന്നെ അത് മാത്രമല്ല, അത് അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയാണ്. ഒരു പക്ഷേ അദ്ദേഹം ഒരു നല്ലൊരു ലീഡറാണ് എന്നുള്ളൊരു ക്വാളിറ്റി ആയിരിക്കാം. പ്ലേയേഴ്സിനെ കണ്ടു, അവരുടെ പേരൻസിനെയും അവരുടെ ഫാമിലിയെയും കാണുക, അവരോട് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളത് അത് വളരെ